ഹായ് ഇന്നത്തെ വീഡിയോ എൻ്റെ ഈ കാസ്ട്രോ ചെടിയെക്കുറിച്ചാണ് കേട്ടോ. ഒരുപാട് പേര് നട്ടും വീഡിയോസ് കണ്ടും ഫോട്ടോസ് കണ്ടും ആഗ്രഹം തോന്നിയിട്ട് മേടിച്ചതാണ് ഈ ചെടി. നിറയെ ഇലകളും പൂക്കളും ഒക്കെ ആയിട്ട് വീട് നല്ല ആക്കാം എന്നോർത്ത് മേടിച്ച കാസ്ട്രോ ആണ്. പക്ഷേ നിങ്ങളതിൻ്റെ അവസ്ഥ കണ്ടല്ലോ, ആകെ 3-4 വള്ളികളും അതിൽ കുറച്ച് ഇലകൾ മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു 2-2.5 വർഷത്തോളം ആയിട്ടുണ്ട്. ആദ്യം ഞാൻ ഇതിനെ കയറ്റി വിട്ടിരുന്നത് ഈ ഒരു ചുമരിൻ്റെ മുകളിലായിരുന്നു കേട്ടോ. ഈ ചുമരിൻ്റെ മുകളിൽ നിന്ന് കയറ്റി വിട്ടു. അവിടെ വളർന്നു വന്നപ്പോൾ ഞാൻ ആദ്യമൊക്കെ സന്തോഷിച്ചു. വളർന്നൊരു നിറയെ പൂക്കളുണ്ടാവും, ഇലകളാവും എന്ന് ഓർത്തു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴും അത് തീരെ ഹെൽത്തി അല്ലാത്ത പ്ലാന്റായിട്ട് തന്നെ അവിടെ നിൽക്കുക കേട്ടോ. ഭയങ്കര കട്ടിയുള്ള മുള്ളുകളാണ്. അതാണ് ഇതിൻ്റെ ഭിത്തിയിൽ ഇങ്ങനെ ഭയങ്കര തിക്കായിട്ട് പിടിച്ചു നിന്നു. ഇളക്കി കളയാൻ കുറേ പാടുപെട്ടു. അത് അവിടെ നിന്ന് ഇളക്കി കളഞ്ഞിട്ട് 2-3 വള്ളികളെ ഞാൻ ഈ താഴത്തെ ഈ സ്പേസിലേക്ക് കയറ്റി വിട്ടു. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം നട്ടപ്പോൾ ഒരുപാട് പ്രതീക്ഷിച്ചു ഇതിപ്പോഴാണ് ശരിയാവും. ഇത് വിട്ടിട്ട് ഇപ്പോൾ കുറേ നാളുകളായിട്ടുണ്ട്. ആകെ കാണുന്നത് ഈ 4-5 വള്ളികളും അതിലുള്ള ഇലകൾ മാത്രമാണ് കേട്ടോ. പക്ഷേ എന്നെ സമാധാനിപ്പിക്കാൻ ചേച്ചി ഞാനിവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി സീസൺ ആകുമ്പോൾ കുറച്ച് പൂക്കൾ ഈ ഒരു പൊസിഷന് മാത്രം വരും. ഇത്രയും ഭാഗത്ത് മാത്രമായിട്ട് അത്രയും പൂ മാത്രമാണ് കേട്ടോ അതിലുണ്ടാകുന്നത്. എനിക്ക് കാണാൻ മാത്രം, പുറത്തുനിന്ന് വന്ന് ആർക്കും കാണാൻ പറ്റില്ല. അങ്ങനെ അത് ഒളിച്ച് നിൽക്കും പൂക്കൾ. അപ്പം നമ്മൾ ഇത് 3-ാമത്തെ തവണ ഇത് ഫുൾ വെട്ടാൻ പോകണം കേട്ടോ. ഫുള്ള് ട്രിം ചെയ്ത് ഇത് ഒന്നേന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ എന്താ മിസ്റ്റേക്കെന്ന് എനിക്കറിയില്ല. ഞാൻ പോട്ടിലാണ് നട്ടിരിക്കുന്നത്. കുറേ അത്യാവശ്യം വലിയൊരു പോട്ടിലാണ് നട്ടിട്ടുള്ളത്. എൻ്റെ ബാൽക്കണിയുടെ പുറത്താണ് കേട്ടോ നട്ടിട്ടുള്ളത്. നല്ല വെയിൽ കിട്ടുന്നൊരു ഏരിയയാണ്. വെയിൽ കൂടിയത് കൊണ്ടാണോ പോട്ടായതുകൊണ്ടാണോ ഡയറക്റ്റായിട്ട് മണ്ണിൽ നട്ടാലാണോ ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ട് വരുന്നത് എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് സജഷൻസ് ഒക്കെ പറയണം. അതിന് എന്ത് വളമാണ് യൂസ് ചെയ്യേണ്ടത്, എന്ത് മിസ്റ്റേക്ക് ചെയ്തുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു ഹെൽത്തി അല്ലാത്തൊരു രീതിയിൽ ഇതിങ്ങനെ വളർന്നു വരുന്നത്. എനിക്ക് ഈ ഫോട്ടോയിലൊക്കെ കാണാൻ ഭയങ്കര ഹെൽത്തി ആയിട്ടൊരു പ്ലാന്റാണ്. വേണ്ട നിറയെ പൂക്കളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ പോകണം. എല്ലാ തവണ ഒന്നിപ്പഴിച്ചാൽ 3-ആണല്ലോ. അപ്പോൾ നമ്മളിത് 3-ാമത്തെ ആണ് കേട്ടോ. അതെല്ലാം മാറ്റി ഇനി 3-ാമത്തെ ഇറങ്ങുമ്പോൾ ഒന്നേന്ന് ഫ്രഷ് ആയിറങ്ങാൻ വേണ്ടി ഞാനിത് ഫുൾ വെട്ടിക്കളയുവാണ്. എല്ലാം പേടിച്ചാണ്. മുള്ളെന്ന് പറഞ്ഞാൽ ഇച്ചിരി അപകടകാരിയാണ്. നമുക്ക് നോർമൽ മുള്ള് കൊള്ളുന്ന പോലെയോ അത് ഊരിയെടുക്കാൻ പറ്റില്ല. ശരിക്കും ഒരു പൂച്ച നമ്മളെ നഖം വെച്ച് അള്ളി പിടിക്കുന്ന പോലെ തന്നെ ഇരിക്കേണ്ട നഖം. അപ്പം ഞാൻ ഇതെല്ലാം വെട്ടുന്ന കൂട്ടത്തിൽ എനിക്ക് കുറച്ച് നല്ല കമ്പുകൾ കിട്ടി. നല്ല കമ്പുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് തിക്കായിട്ടുള്ള കമ്പാണ്. ആ കമ്പിലൊക്കെ ചെറിയതായിട്ട് ഇങ്ങനെ തളിരിടുന്നുണ്ട്. തളിരാണെന്ന് തോന്നുന്നു, അങ്ങനെ ഇട്ടുന്നുണ്ട്. എനിക്ക് ചെടി വളർത്തുന്നതൊക്കെ അറിയാൻ പറ്റും. നമ്മൾ എത്ര ചെടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും എത്ര വലുതാണെങ്കിലും അത് വെട്ടിക്കളയുമ്പോൾ അതിൽ നിന്നൊരു 2 കമ്പെടുത്ത് നമുക്ക് വേറൊന്നും നട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതൊന്ന് നട്ട് അത് കിളിച്ചില്ലെങ്കിലും അങ്ങനെ ചെയ്യുന്നതാണ് സമാധാനം. കിട്ടിയാൽ ഊട്ടിയില്ലെങ്കിൽ ചട്ടി എന്ന് പറയുന്ന പോലെ. അങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ മേടിച്ചാണ് ഈ വല മേടിച്ചത് കേട്ടോ. ഓൺലൈൻ മേടിച്ച വലയാണ്. അത് ജസ്റ്റ് ഈ കമ്പിലൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ അവർക്ക് ഈസി ആയിട്ട് പിടിച്ച് നിറയെ ഇലകളാകാം, നിറയെ വള്ളികളാകാമെന്നോർത്ത് മേടിച്ചാണ്. ഇപ്പോൾ ഇതെനിക്ക് തന്നെ വരയായി. ഇതിനിടയിലൂടെയാണ് ഈ പോയിരിക്കുന്ന എല്ലാം എല്ലാം കട്ട് ചെയ്തെടുക്കണം. വല ഞാൻ കട്ട് ചെയ്യാണ്ട് തന്നെ ഈ കമ്പുകൾ മാത്രം കട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. എനിക്ക് വല ഇങ്ങനെ തന്നെ ഇടാമെന്ന് വെച്ചിട്ടാണ്. കാരണം അടുത്ത് ഇതിൽ ശരിയാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ അത് ഈ വലയിലൂടെ പൊക്കോട്ടെ. അപ്പോൾ ആ വല നമുക്ക് അങ്ങനെ തന്നെ വെക്കാം. നമുക്ക് ഇതിനിടയിൽ കൂടെ അധികം പ്രശ്നങ്ങളില്ല കേട്ടോ. മുള്ളുകൾ ഇച്ചിരി വലിയ കമ്പുകളായതുകൊണ്ടായിരിക്കും മുള്ളുകൾ അത്ര പ്രശ്നക്കാരായിട്ട് തോന്നുന്നില്ല. അത് ഇവിടെയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഇത് വന്നിട്ടുണ്ട്, തളിരുകൾ വന്നിട്ടുണ്ട്. അപ്പം അതെ നടാൻ ഞാൻ എടുത്തിട്ടുണ്ട്. നടാൻ 1 കമ്പെടുത്തു, 2 കമ്പെടുത്തു, 3 കമ്പെടുത്തു. ചെടിയോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും എനിക്കത് കളയാനൊരു മനസ്സില്ല. കാരണം അതിനകത്ത് ആ തളിര് വന്നതുകൊണ്ട് എനിക്കൊരു സംശയം, അതൊരു പൊട്ടിക്കിളുക്കാനുള്ളതായിരുന്നു, വള്ളികൾ വരാനുള്ളതായിരുന്നു, വെട്ടിക്കളഞ്ഞത് മോശമായിപ്പോയോ എന്നൊക്കെ തോന്നിയിട്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഈ തളിരുകൾ വന്നതെന്ന് തോന്നിയിട്ടുള്ള കമ്പുകളെല്ലാം ഞാൻ എടുത്തു കേട്ടോ നടാനായിട്ട്. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ഒരു കമ്പ് കണ്ട് നടാമെന്ന് ഓർത്തു. പക്ഷേ വെട്ടിയതിൽ കുറേയേറെ കമ്പുകൾക്ക് ഇതുപോലെ ചെറിയ ഇത് തളിരുകൾ കണ്ടപ്പോൾ എനിക്ക് കളയാനൊരു മനസ്സ് വന്നില്ല. അപ്പം ഞാൻ അതെല്ലാം നട്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ഒരു കമ്പ് കണ്ട് നടാമെന്ന് ഓർത്തു. പക്ഷേ വെട്ടിയതിൽ കുറേയേറെ കമ്പുകൾക്ക് ഇതുപോലെ ചെറിയ ഇത് തളിരുകൾ കണ്ടപ്പോൾ എനിക്ക് കളയാനൊരു മനസ്സ് വന്നില്ല. അപ്പം ഞാൻ അതെല്ലാം നട്ടിട്ടുണ്ട്. ചെറിയൊരു പോട്ടിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് നട്ടിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് ഞാൻ വളങ്ങളൊന്നും ഇപ്പോൾ ചേർത്തില്ല. കാരണം എനിക്ക് എന്ത് വളം യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ തെളിവെടുത്ത് വളങ്ങളൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കിത് വീട്ടിലുള്ള പ്ലാന്റ് ആയിരിക്കും എല്ലാവരെയും. അപ്പം നിങ്ങളത് എന്ത് വളമാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങളതിന് എന്തൊക്കെ കെയറാണ് ചെയ്യുന്നത് എനിക്ക് കമൻറ്റ് വഴി അറിയിക്കണം. അപ്പോൾ എനിക്കൊരു ഹെൽപ്പാവും. അപ്പം ഞാൻ നിലവിൽ ഇപ്പോൾ ഇതിനൊന്നും ചെയ്തിട്ടില്ല.
അപ്പം ദേ നമ്മുടെ ചെടിച്ചട്ടി എല്ലാം ക്ലീൻ ആക്കി അതിൻ്റെ താഴെയുള്ള വേസ്റ്റൊക്കെ കളഞ്ഞിട്ടുണ്ട്. ദേ ഇത്ര മാത്രം അതിന് ബാക്കി നിർത്തിയിട്ടുള്ളൂ. മെയിനായിട്ടുള്ള 2 കമ്പുകൾ മാത്രമേ നിർത്തിയിട്ടുള്ളൂ. ദേ ബാക്കി വെട്ടിക്കൂട്ടിയാണ് ഈ കിടക്കുന്നതെല്ലാം. ഇതിലതിന് വഴി ക്ലീൻ ചെയ്യണം. ഇവിടെ എല്ലാം ഈ സൈഡിലുണ്ടായിരുന്ന എല്ലാം ക്ലീൻ ചെയ്തു. നമ്മൾ നെറ്റ് മാത്രമേ ഇപ്പോൾ അവിടെ ഉള്ളൂ. നെറ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ. വലിയ പ്ലാന്റ് ഇവിടെ ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞാൽ എൻ്റെ ബാൽക്കണിയുടെ പുറത്താണ്, നല്ല വെയിൽ കിട്ടുന്ന ഏരിയയാണ്. എന്താണ് ഇതിൻ്റെ പ്രശ്നം? ഈ പോട്ട് നടാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ ഹെൽത്തി ആയിട്ട് വരാത്തത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകം വളങ്ങൾ ഞാൻ ചെയ്യാത്തതുകൊണ്ടാണ്. എന്തായാലും നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ സജഷൻസൊക്കെ കമൻറ്റ് വഴി എന്നെ അറിയിക്കണം. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇതൊന്ന് ശരിയായി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.